പ്രവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് അർപ്പണവിൻ. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ. സംഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവം എന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി നാം ദൈവത്തിനുള്ളവർ ആകുന്നു. ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയാൽ കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന ബോധ്യത്തോടും ചിന്തയോടും ഞങ്ങൾ തിരുസന്നിധിയിൽ അടുത്തു വന്നിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് മനസ്സിലാക്കുകയും ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ മഹത്വം അനുഭവിപ്പാൻ ആ പൂർണ്ണതയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെയും പെന്തക്കോസ്തിന്റെയും ജീവിതാനുഭവത്താൽ ഞങ്ങളെ ധന്യരാക്കി തീർക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ തിരുനാമ മഹത്വത്തിനായി നാം നിൽക്കുമ്പോൾ 11ാമത്തെ പാട്ട്, എന്ന ആത്മാവെ നിന്നെയും മറ്റ് സൃഷ്ടി സർവവും ഭംഗിയായി ഉണ്ടാക്കിയ ദൈവത്തെ സ്തുതിക്കുക എന്നാരംഭിക്കുന്ന പാട്ട് 11 നമുക്ക് ചേർന്ന് പാടാം. We
5-ാം പുറം 3-ാം ഭാഗം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവെ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അവിടുന്ന് പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സൃഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി അങ്ങയുടെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ഈ മനസ്സോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഉണർന്ന് പ്രാർത്ഥിക്കാം. മുട്ടുകൾ മടക്കി ദൈവത്തോട് നമ്മുടെ കുറവുകളെ മനഃപൂർവ്വമായി ഉണർന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കാം. മനസ്താപമുള്ള ഒരു ഹൃദയം എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനക്കാരനെ പോലെ, നഷ്ടപ്പെട്ടു പോയ മനുഷ്യപുത്രൻ പാപികളെ തേടി വന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ എത്തിച്ചേരുവാൻ മനസ്സ് വയ്ക്കുന്നതിന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പിതാവിൽ നിന്ന് അകന്നുപോയ മകന്റെ ജീവിതാനുഭവം പോലെ, കർത്താവെ, ഞാൻ അകന്നുപോയി, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുറവുകളെ ഉണർന്നുകൊണ്ട് 11-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 51, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, അങ്ങയുടെ ദയക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയുടെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുൻപിൽ ഇരിക്കുന്നു. അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തു. അങ്ങേക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ അങ്ങ് നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടതിന് തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ അങ്ങിച്ചിരിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ഞാൻ ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലാകേണ്ടതിന് ഈശോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തെക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അങ്ങോട്ട് ചാസ്തി ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങൾ കാണാതോണം അങ്ങയുടെ മുഖം മറക്കണമേ. എന്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അവിടുത്തെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സരിപ്പുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ കരയറ്റാം. നമുക്ക് ലഭിച്ച പാപക്ഷമയ്ക്കായി ജീവിതത്തിൽ രക്ഷയുടെ നിർണയത്തോടെ ജീവിക്കുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കുന്നതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. 14-ാം സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനഃപൂർവമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിന്മേലായി ഞങ്ങളുടെ കർത്താവായ ശിവശികാമൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലപിച്ചുകൂടാത്ത സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെയുള്ളതായി തീരേണ്ടതിനും
അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും തിരുവിഭാഗം നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്ഥിതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആശിഷ്മാരി ഉണ്ടാകും ആനന്ദ വാഗ്ദത്തമേ എന്നാരംഭിക്കുന്ന 124-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. 124. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 43. ദൈവമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. ഭക്തി കെട്ട ജാതിയോട് എൻ്റെ വ്യവഹാരം നടത്തണമേ. വഞ്ചനയും അനീതിയുമുള്ള മനുഷ്യങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അവിടുത്തെ പ്രകാശവും സത്യവും അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. ഞാൻ ദൈവത്തിന്റെ പീഠത്തിലേക്ക്, എന്റെ പരമാനന്ദമായ ദൈവത്തിലേക്ക് ചെല്ലും. ദൈവമേ, എന്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. എന്റെ ആത്മാവെ, അവിടുന്ന് ഉഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവനെന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ും
നമുക്ക് ശ്രദ്ധിക്കാം. പഴയ നിയമ വേദഭാഗം സെഫന്യാവ് 3-ാം അധ്യായം 14 മുതൽ 20 വരെ. സെഫന്യാവ് 3-ാം അധ്യായം 14 മുതൽ 20 വരെ. സിയോൻ പുത്രിയെ ഘോഷിച്ചാനന്ദിക്ക, ഇസ്രായേലെ ആർപ്പിടുക, യെരൂശലേം പുത്രിയെ പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്ക. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യയിരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യയിരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ നിങ്ങളെ വരുത്തുകയും ആ കാലത്ത് ഞാൻ നിങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. നിങ്ങൾ കാണുകയെ ഞാൻ നിങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുമ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലെ സകല ജാതികളുടെ ഇടയിലും കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്നും യഹോവ അരുളി ചെയ്യുന്നു. ലേഖന വേദഭാഗം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 8 മുതൽ 13 വരെ. 2 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 13 വരെ. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. ജീവനും ഭക്തിയും, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സുവിശേഷം നമുക്ക് ചെവിക്കൊള്ളാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസെഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസെഫ് നീതിമാനാകുകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസെഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും.
അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസെഫ് ഉറക്കം ഉണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഹരിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേർ വിളിച്ചു. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് ചൊല്ലാം. 22-ാം സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ തന്നെയോട് ഉൾപ്പാക്കിപ്പെട്ട് ജനിച്ചു. പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വലത്ത് ഭാഗത്തിരിക്കും. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് മുട്ടുകൾ മടക്കി ദൈവത്തോട് മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കാം. ശാന്തമായ നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ ഒന്നുകൂടെ വിനയപ്പെടുത്താം. സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ, ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച വിവിധ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ, ഇതെല്ലാം ഓർത്ത് നന്ദിയോടെ തിരുസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പ്രകൃതി, നമ്മുടെ അവസ്ഥ, ഇത് ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവം നമ്മോട് കരുണയുണ്ടാകത്തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാകരുണയും കൃപയുമുള്ള ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ കൃപകൾ അനുഭവിക്കാം, അവിടുത്തെ കരുണ അനുഭവിക്കാം, അവിടുത്തെ രക്ഷയുടെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് നിലനിൽക്കാം എന്നുള്ള ചിന്തയോടുകൂടെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് കരുണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു എന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, തിരുസന്നിധിയിൽ കടന്നു വന്ന് പാപിയായ അടിയനോട് കരുണയുണ്ടാകണമേ എന്ന് മാറത്തടിച്ച് പ്രാർത്ഥിച്ച ആ മനുഷ്യന്റെ പ്രാർത്ഥന പോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളായി തീരുവാനോടൊന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളോട് അവിടുന്ന് മനസ്സറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭത വരികയില്ല എന്ന് അവിടുത്തെ വചനം ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ഞങ്ങളുടെ കുറവുകളെ ഉണർന്ന് തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പുതുക്കണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. അവിടുത്തെ രക്ഷയുടെ നിശ്ചയം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട ആളുകളായി ജീവിതത്തിൽ അവയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളായി ഈ ലോകത്തിൽ കാണപ്പെടുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും അവിടുന്ന് മനസ്സറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുകൃപ ധാരാളമായി ചൊരിയണമേ. ഞങ്ങൾ മനസ്സിനെ അറിയുന്നില്ല, ഞങ്ങൾ ബാഹ്യമായത് മാത്രം കാണുന്നു, അറിയുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളുടെ മനസ്സിനെ അറിയുന്നു, ഞങ്ങളെ ഉള്ളതുപോലെ വിലയിരുത്തുന്നു. അവിടുത്തെ ദിവ്യകൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പുതിയ ശക്തി നൽകണമേ, ആരോഗ്യം നൽകണമേ, സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, ജീവിത നന്മകളാൽ നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങളുടെ രോഗദുഃഖാദികൾ മാറിപ്പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ. ഞങ്ങൾ കൂടുതൽ അനുഗ്രഹപ്രദമായി ജീവിക്കത്തക്കവണ്ണം ആവശ്യമായ വരുമാന മാർഗങ്ങൾ നൽകണമേ. അനാവശ്യമായ ചെലവുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കർത്താവെ, അനുഗ്രഹപ്രദമായി അനുഗ്രഹത്തോടെ ജീവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിന്റെ ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരായി, ദൈവശക്തിയുള്ളവരായി, സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ലോകത്തിൽ കാണപ്പെടുവാൻ അവിടുത്തെ ദിവ്യമായ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നതിന് മനസ്സുണ്ടായിട്ടും സാഹചര്യങ്ങളാൽ കഴിയാതിരിക്കുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ളവരോട് അവിടുന്ന് മനസ്സറിയണമേ. അവരെ തുടർന്നുള്ള ആഴ്ചകളിൽ കൂട്ടിവരുത്തണമെന്ന്
ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള എരുമ എന്നെ തിന്നുകളയുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പ്രകാരം ഹല്ലേലൂയ, ഞങ്ങളും അങ്ങയുടെ ആലയത്തെക്കുറിച്ച് എപ്പോഴും വരുവോടെ അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു ചെല്ലുവാൻ അവിടുന്ന് കൃപ നൽകുന്നു എന്നോർത്ത് കടന്നു വരുവാൻ, പ്രാർത്ഥനയോടെ തിരുസന്നിധിയിലായിരിക്കാൻ, അങ്ങയിൽ നിന്ന് നന്മകൾ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ കർത്താവെ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പങ്കുചേരുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആവശ്യമായ പുതിയ ബലവും ശക്തിയും അവരവർക്ക് ദാനം ചെയ്യണമേ. കുടുംബമായി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന വിശ്വാസത്തിന്റെ സ്ഥിരതയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സഭയുടെ എല്ലാ ശുശ്രൂഷകൾക്കായും സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ പോർ ഫണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. സാധു സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ട് അനേകർക്ക് കർത്താവെ അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അവരെ കൈതാങ്ങുവാൻ, അവരോട് ചേർന്ന് അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് കൃപ നൽകുകയാണ് സ്തോത്രം. ഇന്ന് കർത്താവെ നിർധനരായ ആവശ്യങ്ങളിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് നൽകുന്ന കർത്താവെ സാധു വസ്ത്രങ്ങൾക്കായും ഭക്ഷണ കിറ്റിനായും ക്രിസ്മസിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ നൽകുന്ന ക്രിസ്മസിനുമായി ചേർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ അതിനെ വാഴ്ത്തുന്നു. തിരുകൃപ ഓരോരുത്തർക്കും നൽകണം. അവരും യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിലും അങ്ങയുടെ രക്ഷയുടെ പൂർണ്ണതയിലും വസിച്ച് ഞങ്ങളോട് ഒരുമിച്ച് കൂട്ടായ്മയിൽ വളരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അടുത്ത ആഴ്ചയിൽ കർത്താവെ, ഞങ്ങൾ പാലിയേറ്റീവ് ബന്ധത്തിൽ വിവിധ തരത്തിൽ ആളുകളെ സഹായിക്കുന്നതിന് ആഗ്രഹിക്കുന്നു. അവരും കർത്താവെ, ഞങ്ങളുടെ ദേശത്ത് വസിക്കുന്ന സമസ്ത ജനങ്ങളും യേശു ക്രിസ്തുവിലുള്ള നിത്യരക്ഷയുടെ മഹത്വം അനുഭവിച്ച് സന്തോഷത്തോടെ വളരുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിന്റെ പണികൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങളുടെ ദേശത്തിന് അനുഗ്രഹകരമായി തീരുവാനും ക്രിസ്തു സ്നേഹത്തിന്റെ മഹത്വം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിനുള്ള മുഖാന്തരങ്ങൾ നൽകി അവിടുന്ന് നടത്തുന്ന കരുണകൾക്കായി സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ എല്ലാ സുവിശേഷ പ്രവർത്തന മണ്ഡലങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മിഷണറിമാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ഭാരത സുവിശേഷീകരണത്തിനായി പ്രാർത്ഥനയോടെ അധ്വാനിക്കുന്ന ചെറുതും വലുതുമായ തുകകൾ നൽകി അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്ന ഏവരോട് അവിടുന്ന് മനസ്സറിയണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. തിരുകൃപയിൽ സൂക്ഷിക്കണമേ. ഞങ്ങൾ തദ്ദേശീയമായി നടത്തുന്ന സുവിശേഷ പ്രവർത്തന മണ്ഡലങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂഞ്ഞാങ്കോട് ആരാധന കേന്ദ്രത്തിനായി സ്തോത്രം. ആവശ്യമായ കൃപകൾ നൽകണമേ. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ മറ്റെല്ലാ ആരാധന ആലയങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. തിരുകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കട്ടുപണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന പൂവച്ചൽ ഇടവകയ്ക്കായി അതിന്റെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കെട്ടുപണികളിൽ ദൈവകൃപ നൽകി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളേവരെയും തിരുസന്നിധിയിൽ വിനയപ്പെടുത്തുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായിരിക്കുന്ന ദൈവിക കൃപ ധാരാളമായി നൽകുകയും നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ദക്ഷിണേന്ത്യ ഐക്യ സഭയായി ഞങ്ങൾ വളർന്ന് പ്രശോഭിക്കുവാൻ ഞങ്ങളുടെ തിരുസഭയെ മുഴുവനായി അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി തരുന്നു. കർത്താവിന്റെ തിരുകൃപ നൽകണമേ. മോഡറേറ്റർ തിരുമേനി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും ദൈവമഹത്വത്തിലും നിലനിൽക്കത്തക്കവണ്ണം അവിടുന്ന് തുടർന്നും ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തിരുസഭകളുമായ ഐക്യത്തിലും സ്നേഹത്തിലുമുള്ള എല്ലാ ഭാരതീയ സഭകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളിലൂടെയും തിരുനാമത്വത്തിനായി നിലനിൽക്കുവാൻ അവിടുത്തെ രക്ഷയുടെ സന്തോഷം സകലരും അറിയുന്നതിനിടയായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അതൊക്കെ ആവശ്യമായ തിരുവചന സത്യങ്ങളെ കേൾപ്പിക്കണമേ. അവിടുത്തെ തിരുകൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കുന്നു. ഞങ്ങളുടെ പരീക്ഷ കടത്താവ് ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ആരാധനയിൽ സഹകരിക്കുന്ന പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള ആരാധനകളിലും പങ്കുചേരുന്നതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നാം 3 ആരാധനകളാണ് ഈ ദിവസങ്ങളിൽ നടത്തി വരുന്നത്. ഞായറാഴ്ചകളിൽ നമ്മുടെ അതത് വാർഡിലുള്ള ആളുകൾ അതത് ആരാധനകളിൽ പങ്കുചേർന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് ശ്രദ്ധിച്ചാൽ ഒരുമിച്ച് ഉള്ള ആരാധനയിൽ കടന്നു വരാതിരിക്കുന്നതിനുള്ള അവസരമുണ്ട്. അത്
ഏവരും ശ്രദ്ധിച്ച് പങ്കുചേരുക. കോവിഡ് രോഗ നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള സംരക്ഷണ മുറകൾ സ്വീകരിച്ചുകൊണ്ടാണ് നാം ആരാധനകൾ നടത്തുന്നത്. അത് ഏവരും മനസ്സിലാക്കുകയും അതനുസരിച്ച് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുന്നു. ദൈവം നമ്മെ തുടർന്ന് നയിക്കട്ടെ. നമ്മുടെ കരോൾ റൗണ്ട്സ് വളരെ ഭംഗിയായി നടന്നു വരുന്നു. ഇന്ന് നമ്മുടെ 4 ടീമുകളും വിവിധ ഭവനങ്ങൾ സന്ദർശിച്ച ശേഷം മിഷൻ വീടിൽ പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നന്മകൾ നേരുകയും ചെയ്യുന്നു. പോർ ഫണ്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് നമുക്ക് സാധുക്കൾക്കായ ആളുകൾക്ക് ക്രിസ്മസ് വസ്ത്രവും ക്രിസ്മസിനുള്ള ഭക്ഷണ കിറ്റും നൽകുന്നതിനുള്ള അവസരം ദൈവം ഒരുക്കുന്നു. അതിൽ പങ്കാളിയായി തീർന്ന എല്ലാവരെയും സാധു സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വിവിധ തരത്തിൽ സഹകരിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആരാധനകൾക്ക് ശേഷം അത് നൽകുന്നതാണ്. ഇത് വന്നു വാങ്ങാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. അതിനെക്കുറിച്ച് ഒരു ചുരുങ്ങിയ വിവരണം നമ്മുടെ സഭാ സെക്രട്ടറി ഇപ്പോൾ നമ്മെ അറിയിക്കുന്നതാണ്. ഇന്ന് ഈ ആരാധനയ്ക്ക് ശേഷം സഭാ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു യോഗം വെസ്റ്റയിൽ വെച്ച് നടക്കുന്നതാണ്. അതിലേവരും പങ്കുചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. 11:30 മണിക്ക് നമ്മുടെ ഒരു സംയുക്ത കമ്മിറ്റി, എല്ലാ സംഘടനകളുടെയും സംയുക്ത കമ്മിറ്റി ഉണ്ടായിരിക്കും. അതിനെ തുടർന്ന് പ്രത്യേക കമ്മിറ്റികൾ ഓരോ സംഘടനകളുടെയും കമ്മിറ്റികളും ഉണ്ടായിരിക്കുന്നു. ബഹുമാനമുള്ള കാട്ടാക്കട ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ, അസോസിയേറ്റ് അച്ഛൻ, സഭാ വിശ്വാസികളെ, അശരണരെ താങ്ങുവാനും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയിലുള്ള സഭാവിശ്വാസികളെ സഹായിക്കാനും കാട്ടാക്കട സഭയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് പരമാർത്ഥമായ കാര്യം. ഈ ക്രിസ്മസ് കാലയളവുകളിലും സാധുക്കളെ സഹായിക്കാനും കാരുണ്യസ്പർശം അവരുടെ മേൽ ചൊരിയുവാനും നമുക്ക് കഴിയുന്നു. എല്ലാ വർഷവും കാട്ടാക്കട സഭയിൽ വെച്ച് ആണ് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി അവർക്കുള്ള സഹായങ്ങൾ നൽകുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയും മഹായിടവകയുടെയും നിർദ്ദേശമുള്ളതുകൊണ്ട്, നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട്, കോവിഡ് രോഗബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് വാർദ്ധക്യത്തിലുള്ള ആളുകളെ സഭയിലോട്ട് കൂട്ടിവരുത്താതെ അവർക്കുള്ള സഹായം കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭവനത്തിൽ കൊണ്ട് എത്തിക്കുകയാണ് ഈ വർഷം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വളരെ നല്ലവരായ സഭാവിശ്വാസികളും അതോടൊപ്പം തന്നെ സന്മനസ്സുള്ള വ്യക്തികളും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നോക്കാവസ്ഥയിലുള്ള വേദനയിലിരിക്കുന്നതായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ആഹാരവും കേക്കും പായസക്കിറ്റും വസ്ത്രങ്ങളും നൽകി വരുന്നു. ഈ വർഷം സ്ത്രീകൾക്ക് 70 പേർക്ക് സാരി നൽകുന്നു. പുരുഷന്മാരിൽ 19 പേർക്ക് പാൻസും ഷർട്ടും നൽകുന്നു. മുതിർന്നവരായ 39 ആളുകൾക്ക് മുണ്ടും ഷർട്ടും നൽകുന്നു. 24 പേർക്ക് ചുരിദാർ നൽകുന്നു. സഭയിൽ കടന്നു വരാനോ അതോടൊപ്പം തന്നെ ഭവനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാനോ കഴിയാതിരിക്കുന്നതായ 11 പേരുണ്ട്. അവർക്ക് ഷീറ്റും പേശയുമാണ് നൽകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ഭവനങ്ങളിൽ എത്തിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ മാസത്തെ മാസ പെൻഷനും ഇന്ന് തന്നെ വിതരണം ചെയ്യുന്നുണ്ട്. അതും ഭവനങ്ങളിൽ എത്തിക്കുന്നതാണ്. ഇത്തരം സഹായങ്ങൾ നൽകി സഭയെ പരിഗണിക്കുന്നതായ സഭാവിശ്വാസികളെ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടുകൂടെ ഓർമ്മിക്കുന്നു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ സഹകരണങ്ങൾ നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ പാലിയേറ്റീവ് കേന്ദ്ര നേതൃത്വത്തിലുള്ള സഹായങ്ങൾ അടുത്ത ഞായറാഴ്ച ആരാധനകൾക്ക് ശേഷവും 2 മണിക്കുമായിട്ട് നൽകുന്നതാണ്. അതിൻ്റെ ആളുകൾ ആ കാര്യം ശ്രദ്ധിച്ച്, ഇന്നല്ല, അത് അടുത്ത ഞായറാഴ്ചയാണ്, ആ കാര്യം ശ്രദ്ധിച്ച് പങ്കുചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് അടുത്ത ആരാധനയിൽ ഒരു സ്നാപന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു കുടുംബത്തിലെ കുഞ്ഞിന് സ്നാനം ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ അംഗമായി ചേർക്കപ്പെടുന്നു.
ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പൂഞ്ഞാങ്കോട് നടക്കുന്ന ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. 5:30 മണിക്ക് മുതിർന്ന സ്നാനത്തിന് ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും തിരുവത്താഴം ക്ലാസ്സിൽ നേരത്തെ പങ്കുചെയ്തിരുന്ന ആളുകൾ ചിലരുണ്ട്. അവർക്കും തുടർന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 5:30 മണിക്ക് ആ ക്ലാസ്സിനായിട്ട് എത്തിച്ചേരുക. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് പേര് നൽകുന്നു. അവരും ആ ക്ലാസ്സിന് എത്തിച്ചേരുവാൻ ഓർമ്മപ്പെടുത്തുന്നത് 5:30 മണിക്കാണ്. നമ്മുടെ CSI സിനഡിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് നമ്മുടെ മഹായിടവക കൗൺസിലിനെ പിരിച്ചുവിടുകയും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി നിയമിച്ച് നമ്മുടെ മഹായിടവകയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അതനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിട്ട് എഞ്ചിനീയർ TT പ്രവീൺ, പ്രൊഫസർ ഡോക്ടർ B വിമൽകുമാർ ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്ററായും, ശ്രീ ബിനു വർക്കി കോ സിഗ്നേറ്ററിയായും, റവറൻ ഡോക്ടർ LJ സാംജീസ്, റവറൻ ജയരാജ്, റവറൻ T ജ്ഞാനദാസ്, റവറൻഡ് സാബു അബ്രഹാം, ഇവാഞ്ചലിസ്റ്റ് ദേവപ്രസാദ്, ഡോക്ടർ സ്മിത ഡാനിയൽ, ശ്രീ വിൽഫ്രഡ് രാജ്, ശ്രീ ലഡ്സൺ രാജ്, ശ്രീ C ക്രിസ്പിൻ, ശ്രീ ജോബി, ശ്രീ VK ബാബുരാജ്, ശ്രീ സുഗു C ഉമ്മൻ എന്നിവർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശുശ്രൂഷകളിൽ പങ്കുചേർന്ന് വേണ്ട ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമ്മെ നയിക്കുന്നതാണ്. ഇവരെ പ്രാർത്ഥനയോടെ ഓർക്കുകയും വേണ്ട തരത്തിൽ ദൈവം അവരെ നടത്തട്ടെ എന്ന് പ്രത്യേകം നാം അവരെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ പരേതനായ പാലപ്പൂർ വിൽസൺ സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനായി ബൈബിൾ സൊസൈറ്റിയുടെയും പാലപ്പൂർ ഇടവകയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 3-ാം തീയതി ഞായറാഴ്ച 1/3/2021 ഞായറാഴ്ച 2 മണിക്ക് ഒരു ബൈബിൾ ക്വിസ് ക്രമീകരിച്ചിരിക്കുന്നു. 3 പ്രൈസുകൾ ഉണ്ട്. മത്തായി, മർക്കോസ് എന്നീ സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബൈബിൾ ക്വിസ് നടത്തുന്നത്. താല്പര്യമുള്ളവർ അതിൽ സംബന്ധിക്കുന്നത് ഉചിതമായിരിക്കും. പാലപ്പൂർ ഇടവകയിൽ വെച്ചാണ് നടക്കുന്നത്. 2 വിവാഹ പരസ്യങ്ങൾ. നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ സഭയിൽ മിസ്റ്റർ B ബ്രൈറ്റ് സിംഗ്, മിസ്സിസ് ജയലത YD, മകൻ നിതിൻ ബ്രൈറ്റ് ജെയും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ മിസ്റ്റർ Y ഗമാലിയൽ, മിസ്സിസ് LA റോസമ്മ, മകൾ ഷൈന GR തമ്മിലും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ കാട്ടാക്കട സഭയിൽ ലേറ്റ് K വർഗീസ്, മിസ്സിസ് B ലത, മകൻ നിതിൻ വർഗീസും, കാട്ടാക്കട ഡിസ്ട്രിക്റ്റിൽ പൂവച്ചൽ ഇടവകയിൽ മിസ്റ്റർ ജസ്റ്റിൻ ജയകുമാർ, മിസ്സിസ് K ജിനി, മകൾ ജീന ജാസ്മിനും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് സമ്മതിച്ചിരിക്കുന്നു. ഈ വിവാഹങ്ങൾ നിയമവിരുദ്ധമാണെന്നോ വേദവിപരീതമാണെന്നോ ആർക്കെങ്കിലും തക്കതായ കാരണം കാണിക്കുന്നതിന് കഴിഞ്ഞാൽ ആയതിനെ ഇന്നു മുതൽ 10 ദിവസങ്ങൾക്ക് എന്നെ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ആരാധനകളും ശുശ്രൂഷകളുമെല്ലാം കൃത്യമായി നടക്കുന്നതാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നിങ്ങളെ അറിയിച്ചുവല്ലോ. 24-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ള സെമിട്രി പ്രെയറും അതിനെ തുടർന്ന് 6 മണിക്ക് ദൈവാലയത്തിനുള്ള ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ആരാധനകളിൽ പങ്കെടുക്കുന്നതിനവരും ശ്രദ്ധിക്കുക. 25-ാം തീയതി രാവിലെ 5:30 മണി മുതൽ 6:30 മണി വരെയും, 7 മുതൽ 8 വരെയും, 8:30 മണി മുതൽ 9:30 മണി വരെയും, അങ്ങനെ 3 ആരാധനകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏവരും സംബന്ധിക്കുക. ക്രിസ്മസിൻ്റെ ആഘോഷ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനയോടെ പങ്കുചേരാം. ആരാധനകളിൽ ശുഷ്കാന്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ദൈവം നമ്മെ നടത്തട്ടെ. നാം അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളും നേർച്ചകളും എല്ലാം ഓർത്തുകൊണ്ടും നമ്മെ ഇതുവരെയും ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തും നന്ദിയോടെ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരുണയിൽ സമ്പന്നനും ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ ദൈവമേ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്ന ഭാഗ്യമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ച് ഉത്തമ മാതൃകയായി അവിടുത്തെ ദിവ്യമായ ജീവിതം ഞങ്ങൾക്ക് കാഴ്ചയായി നൽകി. ഞങ്ങളെ അവിടുന്ന് രക്ഷയിലേക്ക് ആനയിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങൾ ഓർത്തുകൊണ്ട്
ഞങ്ങളെ സമ്പന്നരാക്കുന്നതിന് ദരിദ്രനായി തീർന്നുവന്ന അവിടുത്തെ ദിവ്യ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകളെയും നേർച്ചകളെയും അവിടുന്ന് സ്വീകരിക്കണം. ജന്മനാൾ ആഘോഷവും കുടുംബവാർഷികം ഓർത്തും പ്രത്യേകം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് പാലിയേറ്റീവ് കെയറിൻ്റെയും പൂർ ഫണ്ടിൻ്റെയും വിവിധ തരത്തിലുള്ള സഭയുടെ പ്രവർത്തനങ്ങൾക്കായും വേർതിരിച്ച് നൽകിയിരിക്കുന്ന എല്ലാ ആളുകൾക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവെ, നൽകുന്നതിന് കഴിയാതെ ആരെങ്കിലും ഭാരത്തോടു കൂടി ഇരിക്കുന്നുവെങ്കിൽ അവരവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപകൾ നൽകി അവരവരുടെ നേർച്ചകൾക്കൊത്തവണ്ണം, ആഗ്രഹങ്ങൾക്കൊത്തവണ്ണം കാഴ്ചകളുമായി കടന്നു വരുവാൻ അവിടുന്ന് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ആളുകളെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ജയലത മങ്ങോട് എന്ന സഹോദരിയെ പ്രത്യേകം ബലപ്പെടുത്തി ആരോഗ്യത്തോടെ ജീവിക്കുവാൻ പ്രാപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫോൻസ് വാനറത്തല എന്ന പിതാവിനെ ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർ ഫണ്ടിലും പാലിയേറ്റീവ് കെയറിലുള്ള വിവിധ തരത്തിലുള്ള സഹായങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർത്താവെ, അവർക്ക് ഇപ്പോഴും ശക്തിയോടും അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും ജീവിക്കുന്നതിന് കഴിയാതിരിക്കുന്ന അവസ്ഥയിലാണ്. അവിടുന്ന് അവരോട് മനസ്സിലെയണമേ, തിരുകൃപയിൽ സൂക്ഷിക്കണം. ആവശ്യമായ സാമ്പത്തിക ഭദ്രതയും ജീവിതാന്മകളും ആരോഗ്യവും നൽകി ആ കുടുംബത്തെ അവിടുന്ന് പരിപോഷിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റെല്ലാ ആവശ്യങ്ങളിലും ഇരിക്കുന്നവരെ ഓർക്കുന്നു. കുടുംബജീവിതത്തിലെ പ്രവേശിക്കുന്നതിന് ഒരുങ്ങുന്ന ആളുകൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. നടന്നു വരുന്ന കരോൾ ശുശ്രൂഷ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനാൽ സ്തോത്രം. ഇന്ന് വിവിധ തരത്തിൽ കർത്താവെ, ഞങ്ങൾ ക്രിസ്മസിന്റെ സന്തോഷം പങ്കിടുന്നതിന് സാധുക്കളായ ആളുകൾക്കായിട്ട് വേർതിരിച്ച് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവിധമായിരിക്കുന്ന കരുതലുകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആസ്വദിക്കുക. അതിലൂടെ ദൈവസ്നേഹത്തിൽ വളർന്ന് ദൈവമഹത്വത്തിനായി നിലനിൽപ്പാൻ ഏവരെയും അവിടുന്ന് സഹായിക്കുകയും അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ദൈവകൃപയുടെ ബഹുത്വം അനുഭവിപ്പാൻ സഹായിക്കുകയും ചെയ്യണം. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് നന്ദിയായി കടന്നിരിക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണം. ആവശ്യമായ ദൈവകൃപ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. യേശുമശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നാം നിൽക്കുമ്പോൾ 295 പാട്ടിന്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ പാടി ദൈവവചന കേൾവിക്കായി നമ്മെ വിനയപ്പെടുത്താം. 295 പാട്ടിന്റെ ഒന്നും അവസാനത്തെയും ചരണങ്ങൾ. പ്രാർത്ഥിക്കാം.
പരിശുദ്ധ കർത്താവ് അവിടുത്തെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി തിരുസുതനെ ഭൂമിയിലേക്ക് അയച്ചതിനെ ഓർക്കുന്ന ഈ ദിനങ്ങളിൽ പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കാൻ സ്തോത്രം. തിരുവചനത്തിലായി തിരുവചന ധ്യാനത്തിനായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വിനയപ്പെടുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. രക്ഷയുടെ പ്രത്യാശയിൽ നിലനിൽക്കുവാനും വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് അവസരം നൽകി അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദക്ഷിണേന്ത്യ സഭയായി ഇന്ന് ചിന്തയ്ക്ക് നൽകിയിരിക്കുന്ന വിഷയം രക്ഷയുടെ പ്രത്യാശ എന്ന വിഷയമാണ്. ഹോപ്പ് ഓഫ് സാൽവേഷൻ. എന്തുകൊണ്ട് ക്രിസ്മസ് മറ്റേതൊരു ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ദൈവം ഒരുക്കുന്ന രക്ഷാപദ്ധതിയുടെ പൂർണ്ണമായ വെളിപ്പാട് ക്രിസ്തുവിൽ, ക്രിസ്തു ജനനത്തിങ്കൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിനുത്തരമായി നമുക്ക് നൽകുവാൻ കഴിയുന്നു. ധാരാളം ജന്മദിനങ്ങൾ ആഘോഷിക്കുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ശ്രേഷ്ഠരായ വ്യക്തികളുടെ ജന്മവാർഷികങ്ങൾ പൊതുസമൂഹം വളരെ പ്രാധാന്യം നൽകി ആചരിക്കാറുമുണ്ട്. എന്നാൽ അവയിൽ നിന്നെല്ലാം വിഭിന്നമായി യേശുക്രിസ്തുവിന്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സംഭവങ്ങളും അതിലൂടെ അനാവരണം ചെയ്യപ്പെട്ട ദൈവിക പദ്ധതിയും വളരെ പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊള്ളുവാൻ നാം ശ്രമിക്കുന്ന ദിനങ്ങളാണ് ക്രിസ്മസ് കാലഘട്ടം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം ക്രിസ്തുവിലൂടെ ഒരുക്കപ്പെടുന്ന രക്ഷയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആ രക്ഷയുടെ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസ ജീവിതം ഏറ്റവും അർത്ഥവത്തായി മാറുന്നത്. എന്നാൽ പലപ്പോഴും ഈ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് നാം കാറ്റിലാടുന്ന ഓടയെ പോലെ ആയി പോവുകയാണ്. അവിടെ യേശുക്രിസ്തുവിന്റെ ജനനത്തിലൂടെ, ജീവിതത്തിലൂടെ, മരണത്തിലൂടെ ലഭ്യമാകുന്ന രക്ഷയുടെ പ്രത്യാശയിൽ നിലനിൽക്കുവാനും വളരുവാനും നാം പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നാം ഇന്ന് വായിച്ച വേദഭാഗങ്ങളൊക്കെ തന്നെ ഈ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രചോദിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. എന്താണ് സാൽവേഷൻ, രക്ഷ? അല്ലെങ്കിൽ അതിന്റെ പദമായി നാം ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ അവിടെ ലിബറേഷൻ, പ്രൊട്ടക്ഷൻ, സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിടുവിക്കപ്പെടുന്ന അവസ്ഥ, അതുപോലെ തന്നെ സംരക്ഷണം, ഇത് വാഗ്ദാനം ചെയ്യുന്ന അനുഭവമാണ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അവിടെ ആട്ടിടയന്മാർക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പ്രകാരം അത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവിടെ പറയുന്നത് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് പർട്ടിക്കുലറൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദൈവം അവിടെ ദൂതന്മാരിലൂടെ, മാലാഖമാരിലൂടെ അത് വെളിപ്പെടുത്തുന്നത്. അവിടെ ശ്രോതാക്കളായിരുന്ന ആ വ്യക്തികളോട് പറയുകയാണ്, നിങ്ങളുടെ രക്ഷകൻ ഇതാ നിങ്ങളുടെ സമീപത്ത് ആയിരിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ അത് കാണുവാനും ആ രക്ഷയുടെ ഭാഗമാകുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇതാണ് ദൈവം അവർക്ക് നൽകുന്ന അറിയിപ്പ്. അപ്പോൾ പ്രത്യാശയോടുകൂടി
ആ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത് കാണുന്നതിന് വേണ്ടി, അത് അനുഭവമാകുന്നതിന് വേണ്ടി അവർ യാത്ര ചെയ്യുന്നതായിട്ടാണ് നാം കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന വ്യക്തികളെ കുറിച്ച് വളരെ വ്യക്തമായും ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യേശുക്രിസ്തുവിലൂടെ അത് അനാവരണം ചെയ്യപ്പെടുന്നുവെങ്കിലും അതിനുവേണ്ടി കാത്തിരുന്ന വലിയ സമൂഹത്തെ, പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന വലിയ സമൂഹത്തെ പഴയ നിയമ വേദഭാഗം നമ്മുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ലേഖന വേദഭാഗത്തിലും ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ ദൈവത്തിന്റെ രക്ഷാപദ്ധതി അത് അതിന്റെ സമ്പൂർണതയിൽ എത്തിച്ചേരുന്ന അവസ്ഥയിൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഈ രക്ഷാമാർഗത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന നന്മകളെക്കുറിച്ച്, അനുഗ്രഹങ്ങളെക്കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ഈ രക്ഷയുടെ രണ്ട് തലങ്ങളെക്കുറിച്ചാണ് പഴയ നിയമ വേദഭാഗവും അതുപോലെ തന്നെ ലേഖന വേദഭാഗവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ പലപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായി നാം ആയിരിക്കുമ്പോൾ ഈ രക്ഷയെ അത് ഈ ജീവിതം, ഈ ലോകത്തിലെ ജീവിതം പൂർത്തീകരിച്ചതിന് ശേഷം ലഭ്യമാകുന്ന ഒരു അനുഭവമായി നാം മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന രക്ഷ ഈ ഭൂമിയിലും അതുപോലെ തന്നെ തുടർന്നും അനുഭവിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് ഇന്നത്തെ തിരുവചന വേദഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ക്രമത്തിൽ ജീവിതാവസ്ഥയിൽ മാത്രം ലഭ്യമാകുന്ന ഒന്നല്ല, മറിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അത് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ള പ്രത്യാശ നിർഭരമായ ആലോചനകളാണ് നാം ഇന്ന് വായിച്ച പഴയ നിയമ വേദഭാഗത്തിൽ കാണുന്നത്. സഫന്യ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് ഈ പ്രഭാതത്തിലെ പഴയ നിയമ വേദഭാഗമായി ധ്യാനത്തിനായി നൽകിയിരിക്കുന്നത്. അവിടെ ഭൗതിക ജീവിതത്തിൽ, ഫിസിക്കലായി നാം ഇന്നായിരിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ രക്ഷയുടെ അനുഭവം എപ്രകാരമാണ്, അതിന്റെ ഡൈമെൻഷൻസ് എന്താണ് എന്ന് സഫന്യ പ്രവാചകൻ യഹൂദ ജനതയെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രഭാതത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ അകലത്തിലുള്ള, നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത, ഗ്രഹിക്കുവാൻ കഴിയാത്ത അനുഭവമല്ല, മറിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന, നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ വെളിപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് സഫന്യാവ് അവിടെ ജനത്തെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടാണ് കാണുന്നത്. അതിന്റെ 15-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി നീ അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. എന്താണ് ഈ ഭൂമിയിലെ രക്ഷയുടെ അനുഭവം? വളരെ മനോഹരമായി സഫന്യ പ്രവാചകൻ തന്റെ ജനത്തോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇത് പറയുന്ന പശ്ചാത്തലം 1-ാം അധ്യായം, സഫന്യ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം, യോശിയ രാജാവിന്റെ സമകാലീനനായി ജീവിച്ച, പ്രവചന ശുശ്രൂഷ നിർവഹിച്ച ഒരു വ്യക്തിയായിരുന്നു സഫന്യാവ്. യോശിയ രാജാവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് യഹൂദ എല്ലാ രാജ്യങ്ങളെയും പേടിച്ചിരിക്കുന്ന ഒരു അനുഭവമാണ്. മറ്റ് രാജ്യങ്ങൾ അവരുടെ അധികാരം ഈ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്ന അനുഭവത്തിലായിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ സ്വത്വബോധത്തിൽ നിലനിൽക്കുവാനോ സ്വാതന്ത്ര്യത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കുവാനോ കഴിയാതെ ഒരു സാമന്ത രാജ്യമായി പരിമിതപ്പെടുന്ന ഒരു സാഹചര്യം. അവിടെ സഫന്യാവ് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ദുഷ്ടത നിമിത്തമാണ്, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചെയ്ത തിന്മ പ്രവൃത്തികൾ നിമിത്തമാണ് ദൈവമായ യഹോവയെ വിട്ട് സ്വാർത്ഥകളായി മാറിയത് കൊണ്ടാണ് ഈ അനിഷ്ടങ്ങളൊക്കെയും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിളിക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതം നയിച്ചില്ല. പകരം സ്വാർത്ഥ താല്പര്യങ്ങളാൽ അന്യദൈവന്മാരെ ആരാധിക്കുന്നവരായി, സുഖലോലുപന്മാരായി, സ്വന്തം താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നവരായി മാറി. അതുകൊണ്ട് നിങ്ങളുടെ മേൽ അനർത്ഥം വരുന്നു എന്ന് സഫന്യാവ് 1-ാം അധ്യായം അതിന്റെ അനർത്ഥത്തിന്റെ കാരണം എന്താണെന്ന് പഠിപ്പിക്കുന്നു. അതിനെ തുടർന്ന്
ദൈവസന്നിധിയിൽ രക്ഷയ്ക്കായി വിടുതലിനായി കാത്തിരിക്കുന്ന, ഉറ്റിരിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി ജാഗരിക്കുന്നവരുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ രക്ഷാ പദ്ധതി അനാവരണം ചെയ്യപ്പെടും. ദൈവം അവർക്ക് ആശ്വാസം നൽകുമെന്ന് സെഫന്യാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പാട്ടിലാണ് നാം ഇന്ന് വായിച്ച ഈ വേദഭാഗം നാം മനസ്സിലാക്കുന്നത്. ദൈവത്തിനായി, ദൈവത്തിന്റെ ഇടപെടലിനായി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന രക്ഷയുടെ വിവിധ ഡൈമെൻഷൻസിനെ കുറിച്ചാണ്, മാനങ്ങളെ കുറിച്ചാണ് സെഫന്യാവ് പറഞ്ഞു വെക്കുന്നത്. അവിടെ ന്യായവിധിയിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പറയുകയാണ്. ഒരു ജഡ്ജ്മെന്റിൽ നിന്നുള്ള ഒരു രക്ഷയെക്കുറിച്ച് 15-ാം അധ്യായം ആദ്യ ഭാഗത്ത് കാണുകയാണ്. നിങ്ങളുടെ ന്യായവിധികളെ മാറ്റുന്നത്. 2 തരത്തിലാണ് ന്യായവിധികൾ. യഹൂദ വിശ്വാസം അനുസരിച്ച് ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം ഫലം അവന്റെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ ശിഷ്യന്മാരും കൂടെയുള്ള പുരുഷാരും ചോദിക്കുന്നത്, ഇവൻ ഈ അനുഭവിക്കുന്ന കഷ്ടത ഇവന്റെ തെറ്റാണോ, ഇവന്റെ മാതാപിതാക്കളുടെ തെറ്റാണോ? ആ ചോദ്യം ഈ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. ഒരു മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലം ഇവിടെ അനുഭവിക്കും. അപ്പോൾ ഈ ഒരു ഭയം ഏതൊരു മനുഷ്യനുമുണ്ട്. കാര്യം ഓരോ മനുഷ്യന്റെയും ജീവിതത്തെ അവന്റെ മുൻകാല പ്രവൃത്തികൾ, ചെയ്തികൾ പിന്തുടരുകയാണ്. അല്ലെങ്കിൽ ഇന്നലകളിലെ തെറ്റുകൾ ഇന്നിന്റെ ജീവിതത്തിലെ സ്വസ്ഥതകളെ കെടുത്തുകയാണ്. ആ ഒരു കുറ്റബോധം ഓരോ മനുഷ്യന്റെയും, യഹൂദന്റെയും ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സെഫന്യാവ് പ്രവചിച്ച് പറയുകയാണ്, നിങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം നൽകുവാൻ തക്കവണ്ണം യഹോവയായ കർത്താവ് നിങ്ങളുടെ ഇടയിലിരിക്കുന്നു. നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. യഹോവ ഉന്നതങ്ങളിൽ, ഉയരങ്ങളിൽ, അകലങ്ങളിലല്ല, പകരം നിങ്ങളുടെ ഇടയിലിരിക്കുന്ന അനുഭവം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ശിക്ഷാവിധിയിൽ നിന്ന് മാറ്റം ഉണ്ടാകും. ഒന്നാമത്തെ തലം ഈ ഭൂമിയിലെ ഇന്നലകളിലെ തിന്മകളുടെ ഫലമായിട്ടുണ്ടാകുന്ന പാപഭാരത്തിൽ നിന്നുള്ള വിടുതൽ. അത് യഹോവയായ ദൈവം നിങ്ങളുടെ അടുക്കലിരിക്കുമ്പോൾ സംഭവിക്കും. രണ്ടാമത്തെ തലം, എല്ലാ യഹൂദന്മാരും അവരുടെ മരണത്തെ തുടർന്ന് ഒരു ന്യായവിധിയെ കുറിച്ച് ബോധവാന്മാരായിരുന്നു. ഒരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് അവർക്ക് പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. ആ ന്യായവിധി അവരുടെ ശരിതെറ്റുകളുടെ അടിസ്ഥാനമാക്കിയാണ് ചെയ്യുന്നത് എങ്കിൽ ഒരുപക്ഷെ അവർക്ക് പലതരത്തിലുള്ള വേദനകളും അനുഭവിക്കേണ്ടതായി വരും. കാര്യം അവർക്ക് തിരുത്തുവാൻ കഴിയാത്ത ധാരാളം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതോ ചെയ്തു പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദൈവം ഒരുക്കുന്ന നിത്യ സമാധാനത്തിന്റെ അനുഭവം, അപ്പോൾ ശാലോം എന്ന് പറയുന്ന ആ സമാധാനം എന്നുള്ള വാക്കിന്റെ അതിന്റെ പൂർണ്ണതയിലെത്തുന്ന അനുഭവം ലഭ്യമാകുമോ ഇല്ലയോ, ഈ ഒരു ആശങ്ക അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വീണ്ടും പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവ് യഹോവ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഇടയിലിരിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഭയത്തിൽ നിന്നും ആ ആശങ്കയിൽ നിന്നും മോചനമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ടെമ്പറലായി ഈ കാലഘട്ടത്തിലുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ഒരു, അല്ലെങ്കിൽ പഴയ പാപഭാരത്തെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കുറ്റബോധം. 2, നിത്യന്യായവിധിയിൽ നിന്നുള്ള ഒരു മോചനം. ഇത് രണ്ടും ദൈവം ഇറങ്ങി വരുന്ന അനുഭവത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് സെഫന്യാവ് പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ കർത്താവ് ഇരിക്കുമ്പോൾ അത് സംഭവിക്കും. അടുത്ത് വീണ്ടും സെഫന്യാവ് നൽകുന്ന ഉറപ്പ്, യഹോവയായ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അതാണ് 17-ാം വാക്യത്തിലും 15-ാം വാക്യത്തിലുമായി 2 ഭാഗങ്ങളിലായി കാണുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവം വിശുദ്ധനായതുകൊണ്ട് തന്നെ ജനത്തിനിടയിൽ ജീവിതത്തിൽ വിശുദ്ധിയുടെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ കഴിയാത്ത മനുഷ്യർക്കിടയിൽ ദൈവത്തിന് നിലനിൽക്കുവാൻ, വസിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനം മോശ ഉൾപ്പെടെ ദൈവത്തിന്റെ സാന്നിധ്യം ഹോരേബിൽ ഇറങ്ങി വരുമ്പോൾ ആ സാന്നിധ്യത്തെ മുഖാമുഖം ദർശിക്കുവാൻ പോലും കഴിയാതെ തിരിഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ അകന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധി സമീപിക്കുവാൻ കഴിയാതെ വണ്ണം മനുഷ്യനെ അപ്രാപ്യനാക്കി മാറ്റുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ അടുക്കാത്ത നിലയിൽ ആ ഒരു വിശുദ്ധി കാരണമായി തീരുന്നു എന്നുള്ള ഒരു ആശങ്ക മനുഷ്യനുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഒരിക്കലും മനുഷ്യന് ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ വിശുദ്ധി
അതിവിശുദ്ധമായ അനുഭവത്തിലായതുകൊണ്ട് അതിനോട് തുലനം ചെയ്ത് നിൽക്കുവാൻ, അതിനടുത്ത് നിൽക്കുവാൻ പോലും മനുഷ്യന് കഴിയുന്നില്ല. അപ്പോൾ പ്രവാചകനോട് പറയുന്നത്, നിങ്ങൾക്ക് കഴിയുന്നില്ല, പക്ഷെ ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. നിങ്ങളുടെ പരിമിതിയെ അതിജീവിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോളം വിശുദ്ധനാകുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. പകരം ദൈവം നിങ്ങളുടെ പരിമിതി അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ് എന്ന് സെഫന്യാവ് പറയുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ രക്ഷകനായി നിന്റെ മധ്യേ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുക. മൂന്നാമതായി ഈ വേദഭാഗം ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. 19-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ഉപദ്രവിക്കുന്ന, നിന്നെ ക്ലേശിപ്പിക്കുന്ന എല്ലാവരോടും ദൈവം ഇടപെടും. മുടന്തി നടക്കുന്നതിനെ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടതിനെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. രക്ഷകനായ ദൈവം ഇറങ്ങി വരുമ്പോൾ രക്ഷയുടെ അനുഭവം എന്താണ് എന്ന് സെഫന്യാവ് ഓർമ്മപ്പെടുത്തുകയാണ്. ചിതറിപ്പോയതിനെ കൂട്ടിച്ചേർക്കുവാനായിട്ടാണ് ഈ രക്ഷകൻ വരുന്നത്. മുടന്തി നടക്കുന്നതിന്റെ മുടന്തു മാറ്റുവാൻ, അതിനെ താങ്ങുവാനായിട്ടാണ് ഈ രക്ഷകൻ വരുന്നത്. അതുപോലെ തന്നെ ലജ്ജ നേരിട്ടവരെ പ്രശംസ നൽകി ആദരിക്കുന്നതിനാണ് ഈ രക്ഷകൻ കടന്നു വരുന്നത്. യഹോവ രക്ഷകനായി ഇറങ്ങി വരുന്നത് എന്നാണ് ഇവിടെ സെഫന്യാവ് പറഞ്ഞു വെക്കുന്നത്. സെഫന്യാവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷ, ദൈവമൊരുക്കുന്ന രക്ഷ യഹൂദ ജനതയ്ക്ക് ഒരു സമൂഹം എന്നുള്ള നിലയിലും അതുപോലെ തന്നെ അതിലെ വ്യക്തികൾക്ക് വ്യക്തിപരമായും അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ്. അപ്രാപ്യമായ ഒന്നല്ല, പകരം അവരുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒന്നാണ് എന്ന് സെഫന്യാവ് ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന രക്ഷയുടെ അനുഭവം ഇതാണ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. ന്യായവിധിയിൽ നിന്നുള്ള വിടുതലാണ് യേശുവാകുന്ന രക്ഷകനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായത്. അത് ഈ ഭൂമിയിലെ ന്യായവിധി അല്ലെങ്കിൽ ഇന്നലകളിലെ തിന്മകളിലൂടെ ലഭ്യമാകുന്ന കുറ്റബോധം അല്ലെങ്കിൽ പാപബോധം, അതിലൂടെ ഉളവാകുന്ന ആ ഒരു നമ്മുടെ ജീവിതത്തിലെ വ്യതയിൽ നിന്ന് നമുക്ക് മോചനം ലഭ്യമാകുന്നത് ക്രിസ്തുവിലൂടെ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. അന്ത്യന്യായവിധി നാളിലും നമുക്ക് രക്ഷയുടെ അനുഭവം ഒരുക്കുന്നത് ഈ ക്രിസ്തുവിലൂടെ നാം ഇന്ന് അനുഭവിക്കുന്ന രക്ഷയാണ്. അല്ലെങ്കിൽ ആ മാർഗത്തിൽ നാം മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിലെ നിലപാടുകളിലൂടെയാണ് എന്ന് നമുക്ക് കാണുവാനായി കഴിയും. അതുപോലെ തന്നെ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം മുന്നമേ തന്നെ അറിയിക്കുന്നു, ഇമ്മാനുവേലായി അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മോട് കൂടെ എന്ന് ഉള്ള അർത്ഥമുള്ള പദം ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുന്ന അനുഭവമാണ്. യേശുവിൽ ദൈവ സാന്നിധ്യം പൂർണ്ണമായി ഭൂമിയിൽ ഇറങ്ങി വന്നു എന്നാണ് സുവിശേഷ കർത്താക്കളൊക്കെ തന്നെ ഓർമ്മപ്പെടുത്തുന്നത്. സെഫന്യാവ് അത് പ്രവചിച്ചു പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത ചരിത്രത്തിൽ അത് അനുഭവിച്ചു. പിന്നത്തേതിൽ പ്രതീക്ഷയോടുകൂടി നോക്കിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ രക്ഷാ പദ്ധതി, ദൈവത്തിന്റെ സാന്നിധ്യം പൂർണ്ണമായി വെളിപ്പെടുന്നതിന് വേണ്ടി അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിലൂടെ സംഭവിച്ചത് എന്താണ്? ജനനത്തിലൂടെയും ശുശ്രൂഷയിലൂടെയും സംഭവിച്ചത് എന്താണ്? ഈ പറഞ്ഞ പ്രൊട്ടക്ഷൻ, സംരക്ഷണം ആ പാലസ്തീനിലെ 1-ാം നൂറ്റാണ്ടിലെ ഓരോ വ്യക്തിയും അനുഭവിച്ചറിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിലുടനീളം ഈ സെഫന്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറഞ്ഞു വച്ച കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ലജ്ജ നേരിട്ടതിനെ പ്രശംസയാക്കി മാറ്റി, അതുപോലെ തന്നെ ചിതറിപ്പോയതിനെ ശേഖരിക്കുവാനും ഇടയനില്ലാതിരുന്ന ആടുകൾക്ക് ഒരു നല്ല ഇടയനായി യേശു അവരെ നയിച്ചു എന്നാണ് കാണുന്നത്. അവർക്ക് ദൈവരാജ്യത്തിന്റെ സന്ദേശം പകർന്നു നൽകി രക്ഷയുടെ അനുഭവത്തിൽ വളരുവാൻ തക്കവണ്ണം അവരെ നിർബന്ധിക്കുകയും അവരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ അതിന്റെ 1-ാമത്തെ തലം ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും വെളിപ്പെടപ്പെട്ടു. ലേഖന വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
പത്രോസ് അപ്പോസ്തലൻ വളരെ മനോഹരമായി ഈ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും ഈ രക്ഷയുടെ പ്രത്യാശയിൽ നിലനിൽക്കുന്ന നമുക്ക് ഈ കാലദൈർഘ്യമാണ്, ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ കാലദൈർഘ്യമാണ് നിരാശരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്, നമ്മുടെ ദൃഷ്ടിയിലുള്ള നമ്മുടെ കാലനിർണയമല്ല ദൈവം തന്റെ പദ്ധതിയിൽ ഉപയോഗിക്കുന്നത്. നാം 24 മണിക്കൂറിന് ഒരു ദിവസമായും അതുപോലെ തന്നെ 30-31 ദിവസങ്ങളുള്ളതിനെ മാസമായും 12 മാസം കൂടുമ്പോൾ വർഷമായും 10 വർഷം കൂടുമ്പോൾ അതിനെ ദശകമായിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പല രീതിയിൽ നമ്മൾ കണക്ക് കൂട്ടാറുണ്ട്. നമ്മൾ കാലത്തെയും അതുപോലെ തന്നെ ദൂരത്തെയും ഒക്കെ അളക്കുന്നതിന് നമ്മുടേതായ അളവുകോലുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അവിടെ പത്രോസ് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ കാലനിർണയങ്ങൾക്കനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നിരാശാജനകമായ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ നാം പതറിപ്പോകാറുണ്ട്. ഈ രക്ഷയുടെ ഈ സദ്വർത്തമാനത്തിന്റെ ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവമഹത്വത്തിന്റെ സാക്ഷികളായി നിലനിൽക്കുമ്പോൾ തന്നെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാറുണ്ട്. അവിടെ പത്രോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന ആശ്വാസത്തിന്റെ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും അത് സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നു എന്നാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഭൂമിയിലെ എല്ലാ സംവിധാനങ്ങളുടെയും നശ്വരതയെക്കുറിച്ച് വളരെ മനോഹരമായി പത്രോസ് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതൊക്കെ അഴിഞ്ഞു പോകേണ്ടുന്നതാണ്. പുതിയ ആകാശത്തിന് വേണ്ടി, പുതിയ ഭൂമിക്ക് വേണ്ടി പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കേണ്ടുന്ന വിശ്വാസ സമൂഹം അഴിഞ്ഞു പോകുന്നതിനെ ഓർത്ത് ദുഃഖിക്കരുത് എന്നാണ് പത്രോസ് പറഞ്ഞു വെക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസ യാത്രയിൽ യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ മുന്നോട്ട് പോകേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമാണ്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്ന പ്രകാരം നാം നമ്മുടെ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി ദൈവം പൂർത്തീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ നിലനിൽക്കുവാനും അതിന്റെ പൂർണ്ണതയിൽ ദൈവമഹത്വം ദർശിക്കുവാനും പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 258 പാട്ടിന്റെ 1 അവസാനത്തെ ചരണം പാടി പ്രാർത്ഥനയുടെ ആശീർവാദത്തോട് നിലനിൽക്കാം. 258 1 അവസാനത്തെ ചരണം. നിത്യം നട
തിരുഹിതം പോലെ ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ പാടിയതുപോലെ അഗ്നിമേഘ തൂണുകളാൽ ഞങ്ങളെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിക്കുന്ന രക്ഷകൻ, ഞങ്ങളുടെ ന്യായവിധിയിൽ നിന്ന് ഞങ്ങളെ മോചിക്കുന്ന രക്ഷകൻ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകി ഞങ്ങളെ മുന്നോട്ട് നടത്തുന്ന രക്ഷകനെന്ന് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. അവിടുത്തെ തിരുസത്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഗ്രഹിച്ച് അങ്ങേ രക്ഷകനായി അംഗീകരിച്ച് അവിടുന്ന് മാത്രം ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും രക്ഷയുടെ നിർണയം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്നതിനൊത്തവണ്ണം അങ്ങയോട് ചേർന്നിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് കേൾപ്പിച്ചല്ലോ. അപ്രകാരം ഞങ്ങൾ വളർന്ന് പ്രസവിപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുത്ത ഞങ്ങൾക്ക് ഏവർക്കും അവിടുത്തെ നിത്യരാജ്യത്തിൽ ന്യായവിധിയിൽ നിന്ന് അകന്നിരിക്കത്തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവന്റെ പൂർണ്ണതയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. ദോഷങ്ങളിൽ നിന്നും കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണം. ആവശ്യമായ നന്മകൾ ദാനം ചെയ്യണം. അതിനും സംസാരിച്ച അച്ഛനെയും അവിടുന്ന് ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശു മെശിഹാ മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം നമ്മെ സ്നേഹിക്കുന്നവരും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവര് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാത്ത് രക്ഷിക്കട്ടെ. കർത്താവ് തൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖപ്രകാശം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആമേൻ.